PM ശ്രീ പദ്ധതിയിൽ CPIയുടെ നിലപാടിന് CPIM വഴങ്ങി. പദ്ധതിയുടെ ധാരണാപത്രം മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് കത്തയക്കുമെന്ന് CPIM അറിയിച്ചു. ഇതോടെ മുന്നണിയിലെ തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടു. CPI മുന്നോട്ട് വെച്ച ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. PM ശ്രീ പദ്ധതിയിൽ CPIക്ക് വഴങ്ങിയിരിക്കുക തന്നെയാണ് CPIM. ധാരണാപത്രം മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് കത്തയക്കുമെന്ന് CPIM അറിയിച്ചിരിക്കുകയാണ്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നണിയിലുണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് തന്നെയാണ് വിവരം. വിദ്യാഭ്യാസ വകുപ്പ് തന്നെ കേന്ദ്രത്തിന് കത്തയക്കുമെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ CPIM അറിയിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 3:30 മന്ത്രിസഭാ യോഗം നടന്നു. CPI മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കണം. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉപസമിതി വിശദമായി പരിശോധിക്കണം. അതുവരെ പദ്ധതി മരവിപ്പിക്കണം തുടങ്ങിയ CPI മുന്നോട്ട് വെച്ച 3 ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ് PM ശ്രീയിൽ നിന്നും CPIM പിന്മാറുന്നതിനുള്ള ധാരണയിൽ എത്തിയത്. അതേസമയം തങ്ങൾ പറഞ്ഞ ചില രാഷ്ട്രീയ കാര്യങ്ങളുണ്ട്, അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല എന്ന്, മുന്നണി തകരില്ല എന്നും എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി ഭവിക്കുമെന്നും CPI ദേശീയ സെക്രട്ടറി പ്രകാശ് ബാബു മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇടതുമുന്നണി യോഗം നവംബർ 2 ചേരുമെന്നും ഇന്ന് നടക്കാനിരിക്കുന്ന മന്ത്രിസഭയിൽ CPI പങ്കെടുക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വന്നത്. നടക്കാനിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുമെന്നായിരുന്നു CPI നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് മുന്നണിയിലുള്ള പ്രശ്നങ്ങൾക്ക് ഇത്തരമൊരു സമവായം ഉണ്ടാക്കിയിരിക്കുന്നത്. PM ശ്രീയുമായി ബന്ധപ്പെട്ട ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കമാണ് ഇത് എന്നുള്ള നിലപാടിലായിരുന്നു CPI എടുത്തിട്ടുണ്ടായിരുന്നത്. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് LDF-ലുണ്ടായ പ്രശ്നം പരിഹരിച്ചതായിട്ടാണ് EP ജയരാജൻ പറയുന്നത്. ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താമെന്ന് ആരും വ്യാമോഹിക്കേണ്ട എന്നും അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. പാർട്ടികൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവുക സ്വാഭാവികമാണ്. മുന്നണിയിൽ ജയവും കീഴടങ്ങലും ഇല്ല. BJP ഫാസിസത്തെയാണ് അഗ്നിക്കിരയാക്കേണ്ടത്. ഇടതുമുന്നണിയെ ശക്തിപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിൻ്റെ ദൗത്യമാണ്. പ്രശ്നങ്ങൾ പൊതുവേദിയിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് ദോഷം ചെയ്യും. AAYF സമരത്തിൽ ഇടതു മന്ത്രിമാരുടെ കോലം കത്തിച്ചതിനെ ജയരാജൻ വിമർശിക്കുകയും ചെയ്തു. മുന്നണിയെ തന്നെ കത്തിച്ചതിന് തുല്യമാണ് ഇത് എന്നും ജയരാജൻ പറയുകയായിരുന്നു.